ഒരു വാർത്ത വരുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു വാർത്തയല്ല. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. താച്ചയിൽ മുക്ക് സ്വദേശിയായ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒട്ടും സുഖകരമായ ഒരു വാർത്തയല്ല പുറത്തു വരുന്നത്. ഇത് എന്താണ് സംഭവം? എപ്പോഴായിരുന്നു ഈ കൊലപാതകം നടന്നത്? പോലീസ് പറയുന്നത് എന്താണ്? സേതുലക്ഷ്മി, പുലർച്ചെ 2:30-നാണ് ഈ സംഭവം നടക്കുന്നത്. വാഹനത്തിലെത്തിയ സംഘം നമ്മളിപ്പോൾ നിൽക്കുന്ന കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇതിനുശേഷം വീട്ടിൽ തോട്ട എറിഞ്ഞ ശേഷം ഈ വീടിനകത്തേക്ക് കയറുകയായിരുന്നു. കയറിയ ശേഷം കൂടം ഉപയോഗിച്ച് സന്തോഷിന്റെ കാല് തകർക്കുകയും ചെയ്തു. ഈ സമയം വീട്ടിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. സുഹൃത്ത് സന്തോഷ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് കടന്നു വരികയും തന്നെ ആക്രമിക്കുകയും ചെയ്തിരുന്നു, തന്നെ വേഗം കൊലപ്പെടുത്തുന്നു, അതുകൊണ്ട് വേഗം പോലീസുമായി ഇവിടേക്ക് വരണമെന്നാണ് സന്തോഷിന്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത്. ആ സന്തോഷിന്റെ സുഹൃത്തിന്റെ സൗണ്ട് ബൈറ്റ് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇവിടെ വരുമ്പോൾ കാല് തകർന്ന നിലയിൽ, അതായത് സ്ഫോടക വസ്തുവിന്റെ സ്മെല്ല് ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. തോട്ട എറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ കതക് തകർത്ത് അകത്തേക്ക് ഈ സംഘം കടന്നത്. ഇതിനുശേഷമാണ് സന്തോഷിനെ ക്രൂരമായി പരിക്കേൽപ്പിച്ചത്. പിന്നീട് ഇവിടെ നിന്നും അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. 2024 നവംബർ 13 പങ്കജ് എന്നൊരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് സന്തോഷ്. എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കൊലപാതക ശ്രമം കൊല നടത്തിയ പ്രതികൾ ഓച്ചിറ വവ്വാക്കാവിലെത്തിയ ശേഷം അവിടെ അനീർ എന്ന് പറഞ്ഞ ഒരു യുവാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഈ അനീറിനെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം നടത്തിയ ശേഷം പോയ സംഘമായിരിക്കാം ഇത്തരത്തിൽ ഈ അനീറിനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്. എന്തായാലും ഫോറൻസിക് സംഘം ഇവിടെ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം ഫോറൻസിക് സംഘം ഈ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തും. തീർച്ചയായിട്ടും അത്തരം ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതായത് ഈ അക്രമത്തിന് ശേഷമാണ് ഓച്ചിറ വവ്വാക്കാവിൽ വെച്ച് മറ്റൊരു യുവാവിനെയും കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരിക്കുന്നത്. ആ യുവാവിന്റെ പേരാണ് അനീർ. അനീറിനെയും ഈ കാറിലെത്തിയ സംഘം ആക്രമിച്ചു എന്നൊരു വിവരം കൂടി ഈ അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് സംഭവങ്ങളും കരുനാഗപ്പള്ളിയിലും ഓച്ചിറ സമീപ പ്രദേശങ്ങളിലും നടന്നിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. സേതുലക്ഷ്മി. ശരി ഷമീർ, രാവിലെ തന്നെ കേൾക്കുന്ന വാർത്തകൾ അത് സങ്കടപ്പെടുത്തുന്നതാണ്. ശരി, ഓക്കെ ഷമീർ. ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഷമീർ പറഞ്ഞത്. ഒന്ന്, കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവമാണ്. അതാണ് ഈ താച്ചിൽ സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ടത്. മറ്റൊരു കാര്യം ഷമീർ പറഞ്ഞത്, കൊല്ലത്ത് തന്നെ ഓച്ചിറ വവ്വാക്കാവിലെ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലും ബന്ധമുണ്ടെന്നാണ് നിലവിൽ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.